ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളൊരു ട്രൂ ലവ് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എങ്ങനെയുള്ള സപ്പോർട്ടാണ് നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടേണ്ടത്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു പാർട്ട്ണറെ ആയിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ജോലി ചെയ്യുന്ന, ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ആയിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് ജോലിക്ക് വിടാൻ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. ഓരോരുത്തരും ഓരോരോ ടൈപ്പല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണർ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് സ്വയം ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ആളുകളൊക്കെ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അതിനൊരു സൊല്യൂഷനായിട്ടൊക്കെയാണ് പുതിയ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആവരുതൊരിക്കലും. ഇപ്പോൾ ഒരാൾ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് കൊണ്ട് നമ്മുടെ ഓൾറെഡി ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ആ പുതിയൊരു ലവ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള രീതിയിലൊന്നും ആയിരിക്കരുത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കരുത് പുതിയൊരാളെ അട്രാക്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിക്കവർ ആയതിന് ശേഷം മാത്രം പുതിയൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരാൾ നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കണം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ചില ആളുകളുടെ ഒരു പ്രോബ്ലം പഴയ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ പ്രേമം എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ഇന്ന് വിവാഹത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ റിലേഷൻഷിപ്പൊക്കെ ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കോളേജിൽ പഠിക്കുന്ന സമയത്തോ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മളെ പഴയ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, ഇനിയിപ്പോൾ ആഫ്റ്റർ കോളേജും ഉണ്ടാവാട്ടോ, പഴയ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയ ഒരു വൈബ് എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ ആവരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. എല്ലാവരും യുണീക്കാണ്. ഓരോരുത്തരുടെയും പെരുമാറ്റ രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ എല്ലാവരും യുണീക്കാണെന്ന് പറയുന്നത്. അപ്പോൾ പഴയ ആളിൽ നിന്ന് കിട്ടിയ അതേപോലെയുള്ള ഒരു കെയറും സ്നേഹമൊക്കെ കിട്ടണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മണ്ടത്തരാണ്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുതിയൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലായിരിക്കരുത്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ പാഷൻ ഉണ്ടാവും, അതിനെ ഫോളോ ചെയ്യുക. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഹാബിറ്റ്സുകൾ ഉണ്ടാവും, ഹോബീസ് ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തണം. ഒരാളിലാണ് നമ്മുടെ സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച ആളുകളുടെ ലൈഫൊക്കെ സ്പോയിലായിട്ടുണ്ട്. അവരൊക്കെ വലിയ രീതിയിലുള്ള ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ ഹാപ്പിനെസ് നമ്മളെപ്പോഴും കണ്ടെത്തുക എന്നുള്ളതാണ്. അത് മറ്റൊരു വ്യക്തിയിലാണ് എന്നുള്ളത് നമ്മൾ വിചാരിക്കരുത്. പിന്നെ ചില ആളുകളുണ്ട്, ഒരു റിലേഷൻഷിപ്പിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ റിലേഷൻഷിപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക. അഥവാ അവിടെ ഡിസ്റെസ്പെക്റ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര ടോർച്ചറിങ് ഉണ്ടെങ്കിലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ചിന്തയുണ്ട് ചില ആളുകൾക്ക്. അങ്ങനെ വേണ്ട. നമുക്ക് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും കിട്ടുന്നതെങ്കിൽ നമ്മൾ ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുക, മൂവ് ഓൺ ആവുക, തീരുമാനം മാറ്റുക. കാരണം നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് കടക്കുമ്പോഴല്ലേ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനെ അത് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോവില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്കപ്പ് പറഞ്ഞ് മൂവ് ഓൺ ആവുക. ഓക്കെ, പറയാൻ സിമ്പിളാണ്, പല ആളുകൾക്കും ഇത് കഴിയാറില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷനൊക്കെ ആയിട്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലോട്ട് കിടക്കുന്നതെങ്കിൽ
നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ആണ്. ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും എൻ്റെ പാർട്ണർ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഹൈറ്റ് വേണം, ചില ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഹൈറ്റ് ഇല്ലാത്ത ഒരാൾ മതി, ചില ആളുകൾക്ക് വെളുത്ത ആൾ വേണം, ചില ആളുകൾക്ക് അത്ര നിറം വേണ്ട, ഒരു ഇരുനിറം മതി, ചില ആളുകൾക്ക് എൻ്റെ കളറിനോട് മാച്ചായിട്ടുള്ള ആളുകൾ മതി, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ജോലി നല്ല ശമ്പളമുള്ള ആളുകൾ വേണം, ചില ആളുകൾ വിചാരിക്കുന്നത് അത്ര വരുമാനമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ആളെ മതി. ഇങ്ങനെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പലതാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ എല്ലാ ആഗ്രഹവും നിറവേറ്റാൻ കഴിയുന്ന ഒരാളെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി ഇപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ഹൈറ്റ് ഉള്ള അങ്ങനെ ഒരാളെ മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുക. ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയാൾക്ക് ചിലപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര വീക്കായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നല്ല ദേഷ്യപ്പെടുന്ന ആളായിരിക്കും, സൗമ്യമായിട്ട് പെരുമാറാൻ കഴിയാത്ത ആളായിരിക്കും, ബാക്കി നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഗ്രഹിക്കാം ഇങ്ങനെ ഇന്ന ക്വാളിറ്റീസ് ഉള്ള ആളായിരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ അതിൽ മാനിഫെസ്റ്റഡ് ആയി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിലോ, ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പെരുമാറ്റ രീതി കൊണ്ടാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങനെ പെരുമാറുന്നതെങ്കിലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ശരിയായിട്ട് ഒരാൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കാണ്ടിരിക്കുക. നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്, രണ്ടുപേരുടേതായിട്ടുള്ള കഴിവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഏകദേശം 6-7 കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് റിലേഷൻഷിപ്പിലോട്ട് എൻ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ, നിങ്ങളുടെ ഇഷ്യൂസ് പറഞ്ഞോ, അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബോണസായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകാനും വാല്യൂ നൽകാനും വേണ്ടിയിട്ട് ഒരു പവർഫുൾ അഫർമേഷൻ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വാല്യൂ ആൻഡ് പ്രയോറിറ്റി അഫർമേഷൻ എന്നൊന്ന് മെസ്സേജ് ചെയ്യുക. ഫ്രീ ആയിട്ട് അയച്ചു തരാം. അതെല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഒരു 21 ദിവസം ഫോളോ ചെയ്യുക. 100% ഗ്യാരണ്ടി ആ വ്യക്തി നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകിയിരിക്കും, കൂടുതൽ വാല്യൂ നൽകിയിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.